ഇത് നമ്മളുടെ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബീമിനെ കൺസിഡർ ചെയ്തിട്ട് ആ ബീമിലുണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സുകൾ എങ്ങനെയാണ്, ആ ഫോഴ്സ് മുഖാന്തരം ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ലോഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് നമ്മൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിതിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബോഡിയിൽ കുറേ ഫോഴ്സുകൾ, ഹൊറിസോണ്ടൽ ഫോഴ്സസ്, വെർട്ടിക്കൽ ഫോഴ്സ് അങ്ങനെയുള്ള ഫോഴ്സുകളൊക്കെ അപ്ലൈ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇക്വിലിബ്രിയം എപ്പോഴാണ് ആവുക, അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ഈക്വൽ ടു ദ സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ്. അപ്പോൾ ആ ടോട്ടൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ സമ്മേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമ്മേഷൻ റിസൾട്ടൻറ്റ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം ആണെന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ബീം അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബീംസ്, അങ്ങനെ ആ ഒരു ബീമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ബീമിൽ ഉണ്ടാകുന്ന ലോഡുകൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മളുടെ ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ കുറേ ടൈപ്സ് ഓഫ് ബീമുകളുണ്ട്. ആ ബീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീം എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അനുപാതത്തിലാണ് അതിനെ നമ്മൾ തരംതിരിക്കുക. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ലോഡുകൾ അപ്ലൈ ആവും. അപ്പോൾ അത് നമുക്ക് നോക്കാം കണക്ക്. അപ്പോൾ ഇതിലിപ്പോൾ തിയറി എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ കണക്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നല്ലപോലെ പ്രാക്ടീസ് ആയിട്ട് വരും. ഇപ്പോൾ ഈ സൈൻ കൺവേർഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ കണക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് നല്ല ക്ലിയർ ആവുള്ളൂ. വെറുതെ നമ്മൾ തിയറി വായിച്ച് നോക്കി ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ ആ സൈൻ കൺവേർഷനൊന്നും ആരുടെ മനസ്സിൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് നിൽക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പ്രോബ്ലത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം. അപ്പോൾ തിയറി എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ എ ബീം ഈസ് എ സ്ട്രക്ചറൽ മെമ്പർ വിച്ച് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ സിസ്റ്റം ഓഫ് എക്സ്റ്റേണൽ ലോഡ്സ്. ഓക്കെ, എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ആകുന്ന ഒരു സിസ്റ്റമാണ് എന്താണ് നമ്മൾ ബീം എന്ന് പറയുന്നത്. ബീംസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ്. ഓക്കെ, when a body is in equilibrium under several forces, then the first condition to be satisfied is that the resultant of all these forces along two mutually perpendicular directions should be zero. അപ്പോൾ ഞാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം, എന്താണ് ടൈപ്സ് ഓഫ് ബീം, അതേപോലെ റിസൾട്ടൻറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയാണെന്നുള്ളതും പറയണം. അപ്പോൾ ആ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ, അതായത് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ സ്ക്വയർ. ഓക്കെ, അതിൻ്റെ റൂട്ടാണ് എന്ത് പറയുക, നമ്മളുടെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത് പറയുന്നത് സൈൻ കൺവേർഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈൻ കൺവേർഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട. കണക്ക് ചെയ്യുമ്പോൾ ആ കണക്ക് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈൻ കൺവേർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ അത് ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾ കണക്ക് ഇപ്പോൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈൻ കൺവേർഷൻ എന്ന് പറയും. അപ്പോൾ ഈ സൈൻ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ബീമിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു XY ആക്സിസിന് ആനുപാതികമായിട്ടാണ് വരയ്ക്കുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിലേക്കാണോ നെഗറ്റീവ് സൈഡിലേക്കാണോ പോകുന്നത് എന്ന് നോക്കിയിട്ട് ആ മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഈ സൈൻ കൺവേർഷൻ വഴിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീമിൽ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ ഒരു ഫോഴ്സ് അപ്ലൈ ആകുന്നുണ്ട്. ആ ഫോഴ്സ് ഏത് തരത്തിലായിരിക്കാം, ഒന്നില്ലെങ്കിൽ താഴത്തേക്കായിരിക്കാം അല്ലെങ്കിൽ മുകളിലേക്കായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പറയും ഇത് നമ്മളുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരേണ്ടത് ഇന്ന രീതിയിലാണ്. അതാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കൺസെപ്റ്റാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ എന്താണെന്ന് പറയാം, ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ബീം. ഓക്കെ, ഈ ബീമിന് 2 സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ 2 സപ്പോർട്ടുള്ള ബീമിനെ നമ്മൾ ഒരു പേര് പറയും. അപ്പോൾ നമ്മൾ അത് സിംപ്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഭാഗം വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ബീം അതിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ബീമിൽ 2 ഫോഴ്സുകൾ അപ്ലൈ ആവുന്നുണ്ട്. ലോഡ്, അതായത് W1 W2 എന്ന് പറയുന്ന 2 ലോഡ് അപ്ലൈ ആവുന്നത്. ഇത് അതിൻ്റെ ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ലോഡ് എന്ന് പറയുന്നത് 2 താഴത്തേക്കാണ് അപ്ലൈ ആവുന്നത്. അപ്പോൾ നമ്മളൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ്, സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇന്ന ഭാഗത്തുള്ള ഒരു പോയിന്റ്, ആ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അങ്ങനെ ഇതിന് ആനുപാതികമായിട്ട് നമ്മൾ ഈ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഓഫ് ഈ ബീം, അതായത് നമുക്ക് തന്നിട്ടുള്ളത് ഏതാണോ ബീം, ആ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വിത്ത് റെസ്പെക്ട് ടു ഈ ഫോഴ്സസിനെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്
ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ബീം. അപ്പോൾ ആ ബീമിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും എങ്ങനെയാണ് വിത്ത് റെസ്പെക്ട് ടു ആ പർട്ടിക്കുലർ സെക്ഷൻ, ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ സെക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡുമാണ് നമ്മൾ ഫോഴ്സ് എങ്ങനെയാണ് അപ്ലൈ ആവുന്നതെന്ന് നോക്കും. അപ്പോൾ നമ്മൾ പഠിക്കുന്നവർ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് നോക്കണവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വശം കൺസിഡർ ചെയ്യുക. ഇപ്പം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതേപോലെ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഏത് രീതിയിലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഫോഴ്സുകൾ ഏത് തരത്തിലാണ് വരുന്നത് എന്നുള്ളത് മാത്രം നമ്മൾ ഒരു സൈഡിൽ മാത്രം ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ രണ്ട് സൈഡിലും ഓർത്ത് വയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് ഈ സെക്ഷൻ്റെ എക്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സുകൾ അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് ഷിയർ ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ എടുക്കുക, അങ്ങനെ പഠിക്കണവരുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈപ്പിലല്ല കണക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ ടൈപ്പിൽ പറയാത്തത്. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇത്ര മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സെക്ഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഷിയർ ഫോഴ്സാണ്. സിമിലർലി എക്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സാണ്. ഓക്കെ, അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സാണ്. ഇപ്പോൾ ഈ സെയിം സാധനം തന്നെ നമുക്ക് എന്ത് പറയാം, എക്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് നെഗറ്റീവ് ഷിയർ ഫോഴ്സാണ്. സിമിലർലി എക്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എന്താണെന്നുള്ളതും ഷിയർ ഫോഴ്സ് എന്നുള്ളത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഷിയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ വിൽ ബി കൺസിഡേർഡ് പോസിറ്റീവ് വെൻ ദ റിസൾട്ടൻറ്റ് ഓഫ് ദ ഫോഴ്സസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് അപ്വേർഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ളത് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അത് പോസിറ്റീവായിട്ട് പറയും അല്ലേ. ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് അപ്വേർഡ്, മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് എന്ന് പറയും. ഓക്കെ, സിമിലർലി ദ ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ വിൽ ബി കൺസിഡേർഡ് നെഗറ്റീവ് ഇഫ് ദ റിസൾട്ടൻറ്റ് ഓഫ് ദ ഫോഴ്സസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് ഡൗൺവേർഡ്. ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ ഈസ് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെക്ഷനിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് മാത്രമല്ല കുറേ ഫോഴ്സസ് വരും. അപ്പോൾ ആ ഫോഴ്സസ് വരുമ്പോൾ എന്താണ്, അതിൻ്റെ എല്ലാം ടോട്ടൽ സമ്മേഷൻ എടുക്കണം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയത്. കൺസിഡർ എ ബീം വിച്ച് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ സം ലോഡിംഗ് ഈസ് അസ്യൂം to be cut in a section XX. The algebraic sum of the vertical forces to the left or right of the section is the magnitude of the shear force. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോഴ്സ് ആയിരിക്കില്ല, പകരം ചിലപ്പോൾ കുറേ ഫോഴ്സസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആ പർട്ടിക്കുലർ പോയിന്റിലുള്ളത് നമ്മൾ അതായത് ആഡ് ചെയ്തെടുക്കണം. ദ സം ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സസ്, അവിടെയുള്ള വെർട്ടിക്കൽ ഫോഴ്സസ് അത് ഡൗൺവേർഡ് ആവാം, അപ്വേർഡ് ആവാം. അതിനനുസരിച്ച് നമ്മൾ സൈൻ കൺവേർഷൻ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് കാരണം അതിനുണ്ടാകുന്ന വ്യതിയാനം. അപ്പോൾ ആ ബെൻഡിങ് മൊമെൻറ്റ് എത്ര എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ബെൻഡിങ് മൊമെൻറ്റിനും ഉണ്ട് ഒരു എന്താ പറയുക സൈൻ കൺവേർഷൻ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫിഗർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഫോഴ്സ് ഇപ്പോൾ ഇതൊരു ബീമാണെന്നുണ്ടെങ്കിൽ ഈ ബീം ഈ രീതിയിൽ ബെൻഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുകളിലേക്കായിരിക്കും അല്ലേ. അങ്ങനെ വരുമ്പോഴാണ് ഈ ബീം മുകളിലേക്ക് അപ്ലൈ ആവുക അല്ലേ, ശരിയല്ല. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്താ, അപ്പോൾ നമ്മൾ പറയാം അപ്പോൾ അത് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ബീമിൻ്റെ ഇത് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രീതിയിലായി ഈ സൈഡിലായിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലായിട്ടായിരിക്കും അപ്ലൈ ആവുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ബീം ഈ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വളഞ്ഞ് ഈ കോൺവെക്സിറ്റി, അതായത് കോൺകേവിറ്റി ഇൻ അപ്പർ സൈഡും അതേപോലെ കോൺവെക്സിറ്റി ഇൻ അപ്പർ സൈഡും, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയും. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുള്ളത്. ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ സെക്ഷൻ ഈസ് കൺസിഡേർഡ് പോസിറ്റീവ് ഇഫ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദാറ്റ് സെക്ഷൻ is such that it tends to bend beam to a curvature having concavity at the top. Concavity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഷേപ്പിലുള്ളത് അതിന് ടോപ്പ് പോർഷനിൽ വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയാം. സിമിലർലി ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് എ സെക്ഷൻ ഈസ് കൺസിഡേർഡ് നെഗറ്റീവ് ഇഫ് ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ദ സെക്ഷൻ ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ടെൻസ് ടു ബെൻഡ് ദ ബീം ടു എ കർവേച്ചർ ഹാവിങ് കോൺവെക്സിറ്റി അറ്റ് ദ ടോപ്പ്. അപ്പോൾ ഈ ഷേപ്പിൽ വരികയാണ്, പർട്ടിക്കുലർ സെക്ഷനിൽ പ്രകാരം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ബീം ഈ ഷേപ്പിലാണ് വരുന്നതെങ്കിൽ, അതായത്
അതായത് ഇതിൻ്റെ ഫോഴ്സ് ഇങ്ങനെയാണ് അപ്ലൈ ആകുന്നത് എങ്കിൽ എന്ത് പറയും നമ്മൾ അതിനെന്ത് പറയും, അത് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയും. The positive bending moment is called sagging and negative bending moment is called hogging. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. ചിലപ്പോൾ എവിടെയൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് സാഗിങ്, അതായത് വാട്ട് ഈസ് ഹോഗിങ് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊന്ന് അറിയണം. അപ്പോൾ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക, സാഗിങ് എന്ന് പറയുക. അതേപോലെ തന്നെ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ എന്ത് പറയും, ഹോഗിങ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ നമ്മൾ സൈൻ കൺവേർഷൻ എന്താണെന്നുള്ളത് നമ്മൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കോട്ടെ. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ബീം, കാൻഡിലിവർ ബീം, അതായത് ഇപ്പോൾ ഒരു കുറച്ച് ടൈപ്സ് ഓഫ് ബീമുകളുണ്ട്, പലതരത്തിലുള്ള ബീമുകളുണ്ട്. ആ ബീമുകളാണ് പലതരത്തിലുള്ള ലോഡുകൾ അപ്ലൈ ആവുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീമുകൾ എന്താണെന്ന് പറയും. അപ്പോൾ കാൻഡിലിവർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഒരു ബീം ഇങ്ങനെ നിൽക്കുന്നു, അത് എവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ഫിക്സ് ചെയ്ത് നിൽക്കും. നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ പല സ്ട്രക്ചറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചെറുതൊക്കെ ആയിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് തെളിയുന്നത്, ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അപ്പോൾ കാൻഡിലിവർ ബീം, എ ബീം വിച്ച് ഈസ് ഫിക്സഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് ദ അതർ എൻഡ്. അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുക, കാൻഡിലിവർ ബീം എന്ന് പറയാം. അടുത്തത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണ്ട, ഇപ്പോൾ ഇത് ഒരു ബീമാണ്, അതിൻ്റെ രണ്ടറ്റത്തും അതിങ്ങനെ ഫ്രീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബീം ഇരിക്കുന്നത് അതിൻ്റെ മുകളിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബീമുകളാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയാം. എ ബീം സപ്പോർട്ടഡ് ഓൺ ഓർ റെസ്റ്റിംഗ് ഫ്രീലി ഓൺ ദ സപ്പോർട്ട് അറ്റ് ഇറ്റ്സ് ബോത്ത് എൻഡ് ഈസ് നോൺ ആസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, ഇനി എന്താ ഓവർ ഹാങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഓവറായിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിംപ്ലി സപ്പോർട്ടഡ് തന്നെ. കണ്ട, ഇതിപ്പോൾ എന്താ, ഇതിപ്പോൾ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണ്, പക്ഷേ എന്താ അതിൻ്റെ ഒരു ഭാഗം കുറച്ച് അപ്പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്, അതായത് ഓവർ ഹാങ്ങിങ് പോർഷൻ. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് എന്ത്, ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയാം. If the end portion of the beam is extended beyond the support, such beam is known as overhanging beam. Okay, if the end portion of the beam is extended beyond the support, such beam is known as overhanging beam. ഇനി ഫിക്സഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, രണ്ട് എൻഡിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തരത്തിലുള്ള ബീമുകൾ, ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഫിക്സഡ് ബീം എന്ന് പറയാം. എ ബീം ഹൂസ് ബോത്ത് എൻഡ്സ് ആർ ഫിക്സ്ഡ് ഓർ ബിൽഡ് ഇൻ വാൾസ് ഈസ് നോൺ ആസ് ഫിക്സഡ് ബീം. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് ബിൽറ്റ് ഇൻ ബീം ഓർ എൻകാസ്റ്റേർഡ് ബീം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽറ്റ് ഇൻ ബീം അല്ലെങ്കിൽ എൻകാസ്റ്റേർഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സഡ് ബീമാണ്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംപ്ലി സപ്പോർട്ടഡ് തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗങ്ങൾക്ക് രണ്ട് സപ്പോർട്ട് വരികയാണെങ്കിൽ സിംപ്ലി സപ്പോർട്ട്. പക്ഷേ എന്താ, രണ്ടിൽ കൂടുതൽ സപ്പോർട്ടുകൾ വരുന്നതിനാണ് നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് പറയുക. എ ബീം വിച്ച് ഈസ് പ്രൊവൈഡഡ് മോർ ദാൻ 2 സപ്പോർട്ട് ഈസ് കാൾഡ് കണ്ടിന്യൂസ് ബീം. 2 സപ്പോർട്ടുള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ സിംപ്ലി സപ്പോർട്ട് എന്ന് പറയും. മോർ ദാൻ 2 സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ബീം എന്ന് പറയും. ഇനി ഈ പറഞ്ഞ ഇതിൽ ഉണ്ടാകുന്ന ടൈപ്സ് ഓഫ് ലോഡുകൾ, അപ്പോൾ ആ ലോഡുകൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെന്താ, ടൈപ്സ് ഓഫ് ലോഡ്സിൽ ആദ്യം എന്താ, കോൺസെൻട്രേറ്റഡ് ഒരു പോയിന്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് ആക്ട് അറ്റ് എ പോയിന്റ്, അതിനാണ് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് എന്ന് പറയാം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് വിച്ച് ഈസ് സ്പ്രെഡ് ഓവർ എ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബീം, ആ ബീമിൻ്റെ ഒരു ഏരിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്, പോയിന്റ് ലോഡ് ആണെങ്കിൽ ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യും. യൂണിഫോംലി UDL ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യും. യൂണിഫോംലി വേരിയിങ് ലോഡ് വിച്ച് ഈസ് സ്പ്രെഡ് ഓവർ a beam where the rate of loading varies from point to point. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കാണാൻ സൂം ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ട, ഞാൻ വരച്ചത് ഇപ്പോൾ ഇത്തിരി ചെറുതായി പോയി, അതുകൊണ്ടാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് നിൽക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്തോറും എന്താ, അതിൻ്റെ ആ ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് കൂടി വരികയാണ്. അത്തരത്തിലുള്ള ലോഡുകളെയാണ് നമ്മൾ എന്ത് പറയുക, യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്പ്രെഡ് ഓവർ ബീം വേർ ദ റേറ്റ് ഓഫ് ലോഡിങ് വാരീസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. അപ്പോൾ ഈ ആദ്യത്തെ പോയിന്റിലുള്ള ലോഡായിരിക്കില്ല രണ്ടാമത്തെ പോയിന്റിൽ, അതിൽ ഇങ്ങനെ കുറച്ച് കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ എന്താണ് ബീം, എന്താണ് ഷിയർ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ സൈൻ കൺവേർഷൻ, അതേപോലെ എന്താണ് ബെൻഡിങ് മൊമെൻറ്റ്, അതേപോലെ അതിൻ്റെ സൈൻ കൺവേർഷൻ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ബീമുകളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ലോഡ്സ് ഒന്ന് മനസ്സിലാക്കുക. ഇത്രയാണ് ഇതിൽ നമുക്ക് തിയറിയിൽ പറയാനുള്ളൂ. നമ്മളിനി കണക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്ക് ഒരു കണക്ക് നോക്കാം. അപ്പോൾ ഇതിങ്ങനെയുള്ള ഒരു കണക്കാണ് നമുക്ക് തന്നിട്ടുണ്ടാവുക.
അപ്പോൾ ഇതിലെന്താ എഴുതില്ലേ, ഡ്രോ ദ ഡയഗ്രാം ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതേപോലത്തെ ഒരു ബീം തന്നിട്ടുണ്ടാവും. നമുക്ക് ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഇങ്ങനെ നേരിട്ട് തരിക ചെയ്യുക, ഇതിനൊരു ഫിഗർ തന്നിട്ടുണ്ടാവും. പലതരത്തിലുണ്ട്. നമ്മളിപ്പോൾ ആദ്യം തന്നെ ഒരു സിമ്പിളായിട്ടൊരു ഫിഗർ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ, ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബീം എന്ന് പറയുന്നത് എന്താണ്, ഇത് എന്ന് പറയുന്നത് എന്താണ്, കാൻഡിലിവർ ബീമാണ് അല്ലേ. ഒരു സ്ഥലത്ത് മാത്രം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബീമുകൾ നമ്മൾ കാൻഡിലിവർ ബീം എന്ന് പറയും. ഇനി കാൻഡിലിവർ ബീമിൻ്റെ മുകളിലുള്ള ലോഡുകൾ എന്താ, നമ്മൾ ആദ്യം പറഞ്ഞ പോയിൻ്റ് ലോഡ് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റിലൊരു ലോഡ്, ഈ ഒരു പോയിൻ്റിലൊരു ലോഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ കാൻഡിലിവർ ബീമാണ്, ആ ബീം തന്നിട്ടുള്ള ഫിഗർ ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ 3 മീറ്റർ, 2 മീറ്റർ, 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പലതരത്തിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ PQRS അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർമാറ്റ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക. അല്ലാണ്ട് കൂടുതൽ അതിലേക്ക് ഇങ്ങനെ ഇതായി പോകരുത്, ഒരു ഫോർമാറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കണക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് PQRS തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളത് ABCD തന്നെ മാർക്ക് ചെയ്തോ. ഓക്കെ, എന്നിട്ട് ആ റെസ്പെക്റ്റീവ് പോയിൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു ഫോളോ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ കണക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുക, ABCD എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ പ്രോബ്ലത്തിൽ വേറെ തരത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ABCD എന്ന് മാർക്ക് ചെയ്തിട്ട് കണക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് തന്നിട്ട് നമ്മളോട് പറയാം, എന്താ പറഞ്ഞത്, ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനാണ് പറയാം. അപ്പോൾ ഈ അടിയിൽ കാണുന്ന ഈ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് നമ്മുടെ ഉത്തരം. ആ ഉത്തരത്തിൻ്റെ കാൽക്കുലേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷനാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, അത് എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് തന്നെയാണ്, നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ആദ്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാൻഡിലിവർ ബീമാണ് തരുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ദ ഡയഗ്രാം ഫ്രം റൈറ്റ്. നമ്മൾ എപ്പോഴും ഡയഗ്രാം എവിടെ നിന്ന് തുടങ്ങുക, ഈ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ ഈ എൻഡിൽ നിന്ന് നമ്മളെപ്പോഴും തുടങ്ങാം. അപ്പോൾ ഈ എൻഡിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആദ്യം പറഞ്ഞത് എന്താ, ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ സെക്ഷനിൽ, ഇതിപ്പോൾ ഇവിടെ നോക്ക്, ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ആ സെക്ഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പറയാം, നിങ്ങൾ അത് ശരിയാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാണ്. പിന്നെ ഈ കണക്ക് ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ തന്നെ വരച്ച് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുകയാണ്, നമ്മളുടെ D എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ നമ്മളിവിടെ ആ 4 പോയിൻറ്റുകൾ ABCD എന്ന് മാർക്ക് ചെയ്തു. ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുകയാണ്, ഇതിന് തൊട്ട് മുന്നേ ഇവിടെയാണ് നമ്മുടെ സെക്ഷൻ. അപ്പോൾ ആ സെക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് താഴത്തേക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സാണ്. അതിൽ നമ്മളിപ്പോൾ തന്നെ അവിടെ പറഞ്ഞത് ഇതിൻ്റെ താഴത്തേക്കാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സൈൻ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അത് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് ആ സെക്ഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് താഴത്തേക്കാണെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് നെഗറ്റീവ് സൈൻ ആയിരിക്കും, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ ഭാഗത്ത് പറഞ്ഞ പോലെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരയ്ക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പോർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇപ്പോൾ ഒരു സെക്ഷൻ എടുത്തു, ഇപ്പോൾ ഈ B എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ സെക്ഷൻ ഇവിടെ തൊട്ട് മുന്നിൽ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, അത് താഴത്തേക്കാണ് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് താഴത്തേക്കാണ്. അപ്പോൾ അതെന്താ, നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇതിൽ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കയറിപ്പോവും, പോസിറ്റീവായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കയറിപ്പോവും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സൈൻ കൺവേർഷനൊന്നും ഇൻ ഡെപ്ത് വളരെയധികം ചിന്തിച്ച് കൺഫ്യൂഷൻ ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ കാൻഡിലിവർ ബീം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ദ ഡയഗ്രാം ഫ്രം ദ റൈറ്റ്. അത് നമ്മൾ ഒരു പ്രാക്ടീസായിട്ട് നമ്മൾ ഓരോ കണക്ക് ചെയ്യുമ്പോഴും അത് നമ്മൾ എഴുതി തന്നെ പോവുക. സ്റ്റാർട്ട് ദ ഡയഗ്രാം ഫ്രം റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ റൈറ്റിൽ നിന്ന് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ 4, അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഇത് വരച്ചു. അത് കഴിഞ്ഞിട്ട് ABCD എന്ന് പറയുന്ന 4 പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ട് ആ പോയിൻറ്റുകളെല്ലാം ഇതെല്ലാം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു താഴത്തേക്ക്. കണ്ട, ഇനി ഇതിലാണ് ഞാൻ എന്ത് പറയാൻ പോകുന്നത്, ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്തു എന്താ, സ്റ്റാർട്ട് ദ ഡയഗ്രാം ഫ്രം റൈറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ഡയഗ്രത്തിൻ്റെ ഈ റൈറ്റ് പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് പോർഷനിലുള്ള ആദ്യത്തെ ഫോഴ്സ് എത്ര, 2 kN.
ഓക്കെ 2 കിലോ ന്യൂട്ടൺ ഫോഴ്സാണ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. അപ്പോൾ ഞാൻ എഴുതി ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് 2 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ അത് 2 കിലോ ആണ് ഞാൻ ചെയ്തത്, മുകളിലേക്ക് വരച്ചു, പോസിറ്റീവായിട്ട് മുകളിലേക്ക് വരച്ചു. അപ്പോൾ നിങ്ങളത് ഇനി സൈൻ കൺവേർഷനെ കുറിച്ച് ചിന്തിക്കാൻ നിൽക്കണം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് മുകളിലേക്ക് കയറി പോകും. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള, അങ്ങനെയാണ് ഫിഗറുകൾ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തുടങ്ങി. അപ്പോൾ നമ്മളുടെ എന്താ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ്. ഇവിടെ എന്താ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി 2 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഞാനൊരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, 2 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്താ ഷിയർ ഫോഴ്സ് അറ്റ് സി. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്താ, ഓൾറെഡി നമുക്കിവിടെ ഒരു 3 എന്ന് പറയുന്നതുണ്ട്. പിന്നെന്താ, പിന്നെ ഇവിടെ ഒരു 2 കൂടി ഉണ്ട് അല്ല. ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇവിടെ വരുമ്പോഴാണ് ഇതെന്ത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഇക്വിലിബ്രിയം ആവുന്നത്. അപ്പോൾ എന്താ സി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും, ഇതിന് മുന്നേ ഏതൊക്കെ ഫോഴ്സുകളുണ്ടോ അതെല്ലാം നമ്മൾ ആഡ് ചെയ്യാം. ഓരോ പോയിന്റ് എടുക്കുമ്പോഴും സ്റ്റാർട്ട് ഫ്രം റൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെ ഏതൊക്കെ ഫോഴ്സുകളുണ്ടോ അതെല്ലാം നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ സി എടുത്തു. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, 3 + 2. ഓക്കെ, 3 + 2, 3 ഓൾറെഡി ഇവിടെ ഉണ്ട്, +2 കൂടി. അപ്പോൾ എത്ര 5. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതില്ല 5. അപ്പോൾ ഞാനിവിടെ എഴുതി ഷിയർ ഫോഴ്സ് അറ്റ് സി ഈസ് ഈക്വൽ ടു 2 + 3. അതായത് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 2 + 3 എന്നുള്ളത് എഴുതി. അപ്പോൾ എത്ര 5 കിലോ ന്യൂട്ടൺ. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി എത്രയായിരിക്കും, ഞാൻ സ്റ്റാർട്ട് ഫ്രം റൈറ്റ് ആണ്. അപ്പോൾ എത്ര 2 + 3 + 4. അപ്പോൾ 5 × 4 9 കിലോ ന്യൂട്ടൺ. ഓക്കെ, 9 കിലോ ന്യൂട്ടൺ. ഇനി നെക്സ്റ്റ് എന്താ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്താ, അവിടെ വേറെ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ ഈ ഫോഴ്സ് തന്നെ ഇവിടെ ഇത്ര ഉള്ളൂ, വേറെ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്താ ആഡ് ചെയ്യണമെങ്കിൽ 2 + 3 + 4 അത്ര തന്നെയുള്ളൂ, വേറെ ഫോഴ്സൊന്നുമില്ല, സെയിം തന്നെ 9 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഞാൻ എന്ത് അത് വരയ്ക്കുമ്പോൾ എന്താ 2 കിലോ ന്യൂട്ടൺ വരച്ചു. പിന്നെ ഇത് ഈ പോയിന്റ് ഇവിടെയാണ് 5 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇതെന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അത് പോയിന്റ് ലോഡുകളാവുമ്പോൾ ഇതിങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇനി അത് യു ഡി എൽ വരുമ്പോൾ വേറെ തരത്തിലായിരിക്കും, അത് ഓരോ ഇതിനും ഓരോ തരത്തിലുള്ള ലോഡുകളായിരിക്കും. ഓക്കെ, അല്ല ഓരോ തരത്തിനും ഓരോ ലോഡുകൾക്കും ഓരോ തരത്തിലുള്ള ലൈനുകളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ പോയിന്റ് ലോഡ് ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു, ഇതിന് പാരലായിട്ട് വരച്ചു, ഇവിടെ മുട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ 5 ഉണ്ട് എന്ന് പറഞ്ഞാൽ 3 കിലോ ന്യൂട്ടൺ കൂടിയപ്പോൾ 5 ആയി. ഞാനത് വരച്ചു. 5-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി 5 എത്തി. 5 + 4 എത്രയാണ് 9 കിലോ ന്യൂട്ടൺ വന്നു. ഓക്കെ, ഇനി ഈ 9 കിലോ ന്യൂട്ടൺ ഇവിടെ വന്നു. ഇവിടെ വേറെ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മളുടെ ഈ തന്ന ഫിഗറിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. നമ്മൾ എന്ത് ചെയ്താൽ അത് പോസിറ്റീവാണ്, പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ അവിടെ മാർക്ക് ചെയ്യുക, ഷിയർ ഫോഴ്സ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അത് എപ്പോഴും താഴത്തേക്കാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ താഴത്തേക്ക് വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് താഴത്തേക്കല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൻഡിലിവർ എടുക്കുക, സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ്. ഓക്കെ, നമ്മളുടെ ഫിഗർ എടുത്തു 2 കിലോ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് 2 കിലോ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ആയതുകൊണ്ട് നമ്മളതിനെ -2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തു ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, ഡി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫോഴ്സ് എന്താണ്, താഴത്തേക്കുള്ള ഒരു ഫോഴ്സ് ഉണ്ട് -2. അപ്പോൾ -2 × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒന്നുമില്ല, 2 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, പക്ഷേ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ 2 × 0 എന്ന് പറയുമ്പോൾ എത്രയാണ് 0 തന്നെ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റ് എടുത്തു, എത്രയാണ് സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. സി എന്ന് പറയുന്ന പോയിന്റിൽ എത്രയാണ് ഫോഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ട ഈ പറയുന്ന ഫോഴ്സുകളെല്ലാം എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള ഫോഴ്സ് അതെല്ലാം എടുക്കണം. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതുള്ളത്, അതിന് സമ്മേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമുള്ള എത്ര 3 എന്ന് പറയുന്ന ഫോഴ്സിന് താഴത്തേക്ക്. അപ്പോൾ -3 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്. പക്ഷേ എന്താ അതിന് മുന്നേ ഇവിടെ എന്താ ഇവിടത്തുള്ള ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ആകുന്നുണ്ട് അല്ലേ, സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ആകുന്നുണ്ട്. അപ്പോൾ അത് എത്രയായിരിക്കും, ഈ ഡിസ്റ്റൻസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് 2 × 1, അതായത് -2 × 1 താഴത്തേക്ക് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു -2 × 1 + -3 × 0 ശരിയല്ലേ. -2 × 1 + -3 × 0. അപ്പോൾ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി. അപ്പോൾ ഇവിടെ ഞാൻ നെഗറ്റീവ് ഇട്ടതുകൊണ്ടാണ് ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നെഗറ്റീവ് എന്ന് എഴുതിയതുകൊണ്ട് ഞാനിവിടെ വേറെ നെഗറ്റീവ് ഇല്ല. ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ശരി തന്നെയാണ്, നെഗറ്റീവ് എന്നാണ് എഴുതി പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സിയിലെ പോയിന്റ് നിങ്ങളെടുത്തു. ഇനി ബിയിലെന്തായിരിക്കും, ബിയിലിപ്പോൾ നമ്മളിവിടുന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ -2 × 2 + 1. ഓക്കെ, -2 × 2 + 1. അപ്പോൾ എത്രയാണ് 3, അതായത് -2 × 2 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ -2 × 3 + -3 × 2 ഈ ഡിസ്റ്റൻസ്. ഓക്കെ, -2 × ഈ ഡിസ്റ്റൻസ് -2 × 3 +
മൈനസ് 3 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 2 പ്ലസ് -4 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അത് എത്ര 0. അതല്ല ഞാനിവിടെ എഴുതിയില്ല. -2 ഇൻറ്റു 3 -3 ഇൻറ്റു 2 -4 ഇൻറ്റു 0. അപ്പോൾ എത്രയും 6 6 12 അപ്പോൾ -12 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ അത് വന്നു. ഇനി നമ്മൾ അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു, ബി എന്ന് പറയുന്ന പോയിൻ്റ് കഴിഞ്ഞു. ഇനി എ എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ടോട്ടൽ ഫോഴ്സ് എത്ര -2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്ര 3 + 2 + 1 അതായത് 5 6. ഓക്കെ, അതേപോലെ പ്ലസ് -3 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അപ്പോൾ എത്രയാണ് 3 + 2 5. ഓക്കെ, നെക്സ്റ്റ് എത്രയാണ് -4 ഇൻറ്റു 3 ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഞാനതിവിടെ എഴുതി. അപ്പോൾ ഓക്കെ, -2 ഇൻറ്റു 6 -3 ഇൻറ്റു 5 -4 ഇൻറ്റു 3. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഫോഴ്സ് ഒന്നുമില്ല ഇവിടെ. ഇപ്പോൾ വേറെ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ കിട്ടിയ വാല്യൂസ് ഇവിടെ ഇങ്ങനെ എഴുതുക. അപ്പോൾ ആ ഓരോ വാല്യൂവിലും ഇപ്പോൾ ഇത് പോയിൻ്റ് ലോഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഒരു ഇൻക്ലൈൻ ലൈനായിട്ട് ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുക. സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇൻക്ലൈൻ ലൈൻ. സ്ട്രൈറ്റ് മീൻസ് അങ്ങനെ വളഞ്ഞൊന്നും പോകരുത്. ഒരു ഇൻക്ലൈൻ ലൈൻ നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുക. അതിപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ വരച്ചപ്പോൾ ഇങ്ങനെ കറക്റ്റ് വന്നു. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഇപ്പോൾ 2 കുറച്ച് ഇങ്ങോട്ട് കയറ്റുക, 12 കുറച്ച് ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വരച്ചപ്പോൾ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് എങ്ങനെ നമ്മൾ കാൻറ്റിലിവർ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റം ഡയഗ്രാം വരയ്ക്കുമ്പോഴുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫിഗർ എടുക്കുക, അതേപോലെ തന്നെ ഈ വരച്ച ഫിഗർ നിങ്ങൾ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്യുക, ഈ സെയിം സാധനം ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഭാഗം നിങ്ങൾ ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ കിട്ടണില്ലേ, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത് കണക്ക് ചെയ്യണം കേട്ടോ, കണക്ക് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുക, വെറുതെ വായിച്ച് നോക്കി പോകരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു നോർമൽ പോയിൻറ്റിലോടുള്ള ഒരു കണക്ക്. ഇനി നമുക്ക് വേറൊരു കണക്ക് കൂടി നോക്കാം. ഓക്കെ, ഈ വേറൊരു കണക്കിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ 2 കണക്കാണുള്ളത്. അപ്പോൾ ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നോക്കിയേ, ഇതിൽ പോയിൻ്റ് ലോഡ് ഇല്ല. ഓക്കെ, ഇതിൽ പോയിൻ്റ് ലോഡ് ഇല്ല, ഞാൻ പോയിൻ്റ് ലോഡ് കൊടുത്തിട്ടില്ല. പകരമുള്ളത് എന്താ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഇതിപ്പോൾ ഒരു കാൻറ്റിലിവർ ബീമാണ് കേട്ടോ, കാൻറ്റിലിവർ ബീമാണ്. അപ്പോൾ ആ കാൻറ്റിലിവർ ബീമിൽ UDL വിത്ത് പോയിൻ്റ് ലോഡ്. അപ്പോൾ ഇതിലിപ്പോൾ പോയിൻ്റ് ലോഡ് ഇല്ല, പോയിൻ്റ് ലോഡൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. വേറെ പോയിൻ്റ് ലോഡുകളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു UDL തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു എന്താ പറയുക യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിനെ ഇതിനെ എന്താ പറയുക ഒരു പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കൺവേർട്ടിങ് ഇത് കണ്ട. അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൺവേർട്ടിങ് ഇറ്റ് ഇൻറ്റു പോയിൻ്റ് ലോഡ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അങ്ങനെ ചെയ്യണം. ലൊക്കേറ്റിംഗ് അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അതിനെ നമ്മൾ ആ തന്നിട്ടുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ലോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിൻ്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് എടുക്കുക ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ടെങ്കിൽ 2 × 2 പിന്നെ അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ്. ഇപ്പോൾ 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഇവിടെ ഇതാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 2 × 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്ര മീറ്റർ ഉണ്ട്, 2 മീറ്റർ ഉണ്ട്. അപ്പോൾ 2 കിലോ ന്യൂട്ടൺ × 2 മീറ്റർ പിന്നെ അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഹാഫ് ഡിസ്റ്റൻസ് വരുമ്പോൾ എന്തായി, ഈ പറയുന്ന ഇങ്ങനെ നിൽക്കുന്ന ഈ UDL എന്ന് പറയുന്നത് എന്തായി, ഞാൻ അതിനെ ഒറ്റ പോയിൻ്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണ്, ഈ തന്ന ലോഡിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഈ തന്ന ലോഡിനെ ഞാൻ ആദ്യം പോയിൻ്റ് ലോഡാക്കും. അപ്പോൾ 2 × 2 ഇൻറ്റു ഹാഫ് ഡിസ്റ്റൻസ്. അപ്പോൾ 2ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്, 1. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ ഇവിടെ ഇതിലൊക്കെ 2 മീറ്ററാണ്. അപ്പോൾ ഇതിലൊക്കെ 2 മീറ്റർ. അപ്പോൾ അതങ്ങനെ എടുക്കട്ടെ. നമുക്ക് വേറൊരു പ്രോബ്ലം നിങ്ങൾ 2 മീറ്റർ അല്ല അതിപ്പോൾ 3 മീറ്ററൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതങ്ങനെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫിഗർ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഫിഗർ നമ്മൾ വരച്ചു. ഇതാണ് നമ്മുടെ ഫിഗർ. ABCDEFG എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തതിൽ ഉള്ള ലോഡുകൾ ഇവിടെ തന്നിട്ടുണ്ട്. BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, 1 2 1 3 4 6 6 1 7 2 9 ആണ്. 9 മീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ആ 3 കിലോ ന്യൂട്ടൺ മീറ്റർ ആ ഒരു UDLൻ്റെ ഡിസ്റ്റൻസ് 2 മീറ്ററിൽ ഒരു UDL. അത് കഴിഞ്ഞിട്ട് ഒരു 1 മീറ്റർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും 2 മീറ്ററിൽ 2 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലുള്ള ഒരു UDL. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 മീറ്റർ ഗ്യാപ്പിൽ അടുത്ത 2 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലുള്ള ഒരു UDL. അതും 2 മീറ്ററിൽ തന്നെ. ഓക്കെ, ഇനി ഇതിനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്.
ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ 2-3 കാര്യങ്ങളും കൂടി ഇപ്പം ഒന്ന് പറഞ്ഞുതരാം. ഒന്ന്, യു ഡി എൽ വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഷിയർ ഫോഴ്സിൻ്റെ ഇത് വരയ്ക്കുമ്പോൾ അത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, കഴിഞ്ഞതിൽ എങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ മാർക്ക് ചെയ്തു അല്ലേ, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്തു, പിന്നെ അടുത്തത് വരച്ചു, പിന്നെ അടുത്തത് വരച്ചു, അങ്ങനെ 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 കൊണ്ടുപോയി. അപ്പോൾ ഇതിലെന്താണ്, എവിടെയാണോ യു ഡി എൽ ഉള്ളത് ആ ഭാഗത്ത് ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, സിമിലർലി നമ്മളുടെ ഇതെന്താ, നമ്മളുടെ ഈ ഇതുണ്ടല്ലോ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എവിടെയാണോ യു ഡി എൽ ഉള്ളത് ആ ഭാഗത്തിന് നമ്മൾ എന്തായിട്ട് ഇങ്ങനെ കാണിക്കണം, ഒരു കർവായിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ആ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരച്ച് പോകേണ്ടത്, ആ രീതിയിലാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പോകണം. അപ്പോൾ നമ്മളെന്താ, കാൻറ്റിലിവർ ബീം എടുക്കുകയാണ്, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ്, നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ജി എന്ന് പറയുന്ന സെക്ഷനിൽ എന്തെങ്കിലും ഫോഴ്സുകളുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോഴ്സ് ഇവിടെ ഇല്ല. നമ്മൾ ഈ തന്നിട്ടുള്ള യു ഡി എല്ലിനെ ഒരു പോയിൻ്റ് ലോഡാക്കി കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ പോയിൻ്റ് നടുക്കിലാണ് എത്തുക. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജി എന്ന് പറയുന്ന ഭാഗത്ത് ഫോഴ്സുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഷിയർ ഫോഴ്സ് അറ്റ് ജി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി, അവിടെ വേറെ ഫോഴ്സുകളൊന്നും ഇല്ലാത്തതാണ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിൻ്റ് ലോഡ് ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ 2 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ലോഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇവിടെ മുകളിലേക്ക് 2 കിലോ ന്യൂട്ടൺ എന്ന് കാണിക്കണമായിരുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ മുകളിലേക്ക് 2 കിലോ ന്യൂട്ടൺ എന്ന് കാണിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഇൻക്ലിനേഷൻ വരുള്ളൂ. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇവിടെ നമ്മൾ 0 എന്ന് എടുത്തു. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ജി ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ഷിയർ ഫോഴ്സ് അറ്റ് എഫിലുള്ള ലോഡ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം തന്നെ ഈ ഇവിടെയുള്ള ടോട്ടൽ ലോഡുകൾ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നേരത്തെ ഞാനൊരു ഹാഫ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്ന കാര്യം പറഞ്ഞത്, ഹാഫ് ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്റ്റൻസ് എപ്പോഴും എടുക്കുന്നത് ബെൻഡിങ് മൊമെൻറ്റിൽ മാത്രമാണ്, അതൊന്ന് ഓർത്തിരുന്നോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ ജസ്റ്റ് ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മളതിനെ ജസ്റ്റ് ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുക. ബെൻഡിങ് മൊമെൻ്റ് എടുക്കുന്ന സ്ഥലത്തെല്ലാം അതിനെ നമ്മൾ ഇൻറ്റു ഹാഫ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ അത് പറയാം. അപ്പോൾ ആ ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ ഹാഫ് ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എപ്പോഴാണ്, നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ മാത്രമാണ് ഹാഫ് ഡിസ്റ്റൻസ് എടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റിലാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നുള്ള ആ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള എന്താ, ഇതിനെ നമ്മളൊരു പോയിൻ്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്തു. എങ്ങനെ, 2 × 2 2 കിലോ ന്യൂട്ടൺ ഫോഴ്സ് 2 മീറ്ററിൽ അപ്ലൈ ആകുന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എത്രയും 2 കിലോ ന്യൂട്ടൺ ഇൻറ്റു 2 മീറ്റർ. അതാണ് ഞാനിവിടെ ചോദിച്ചത്. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 അതായത് 4 ആയിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തു, ആ പോയിൻറ്റ് 4 ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തത് എടുത്തു. അടുത്ത എത്രയാണ്, ഷിയർ ഫോഴ്സ് അറ്റ് ഇ. ഷിയർ ഫോഴ്സ് അറ്റ് ഇ എത്രയാണ്, ഇപ്പോൾ ഇവിടെ വേറെ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ വേറെ ഫോഴ്സ് ഇല്ല. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയാം, ഇപ്പോൾ ഇവിടെ എഫ്. ഓക്കെ, ഈ എഫിൽ നിങ്ങളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് യു ഡി എൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഷിയർ ഫോഴ്സ് അറ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് 2 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, നമുക്ക് ഒരെണ്ണം കിട്ടി. ഇനി വീണ്ടും നിങ്ങൾ വരയ്ക്കണം. അതെന്താ, അതൊരു പോയിൻ്റ് ലോഡായിരുന്നു എങ്കിൽ, ഇവിടെ ഒരു പോയിൻ്റ് ലോഡാണുള്ളതെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് എഴുതണം, ഷിയർ ഫോഴ്സ് അറ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ട് ഇതിൽ നിങ്ങൾ മുകളിലേക്ക് വരയ്ക്കണം. അപ്പോൾ അങ്ങനത്തെ വേറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ സെലക്ട് ചെയ്ത് ഈ രണ്ടെണ്ണം അതിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഇത് ഒരു ബേസിക് ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് അഡീഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഫോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇൻക്ലൈനേഷൻ വന്നു, പിന്നെ നിങ്ങൾ വീണ്ടും എഴുതണം ഷിയർ ഫോഴ്സ് അറ്റ് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 4 ഇവിടെ വന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 വന്നു. ഇനി ഇവിടെ ഉണ്ടായിരുന്ന ഒരു 2 കിലോ ന്യൂട്ടൺ ഒരു പോയിൻ്റ് ലോഡാണ്, നിങ്ങൾ എന്താണ് 4 + 2 എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കണം. അപ്പോൾ ഈ ഫിഗർ ഇങ്ങനെ മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അത് ഒരു ടൈപ്പാണ്. അങ്ങനത്തെ വേറെ പ്രോബ്ലം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇതിൽ ഓൺലി യു ഡി എൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് എടുക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ 0, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് 2 × 2 4 കിലോ ന്യൂട്ടൺ. നെക്സ്റ്റ് പോയിന്റ് ഇയിൽ എത്രയാണ്, ഇയിൽ വേറെ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ വീണ്ടും എത്രയാണ്, 4 തന്നെ. അപ്പോൾ അത് നോർമൽ യു ഡി എൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നോർമലാണ്. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ലൈനായിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എത്രയാണ്, ഷിയർ ഫോഴ്സ് അറ്റ് ഡി. ഓൾറെഡി എനിക്ക് ഇവിടെ എത്ര 2 × 2 4 കിലോ ന്യൂട്ടൺ ഉണ്ട് അല്ലേ, 4 കിലോ ന്യൂട്ടൺ ഇവിടെ വരെ എനിക്ക് വന്നിട്ടുണ്ട്. 4 + 2 × 2. അപ്പോൾ 4 + 4 എത്രയാണ്, 8 അല്ലേ. ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു 4 + 4 8 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഷിയർ ഫോഴ്സ് അറ്റ് സി. ഈ സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്,
2 × 2 ഇവിടെ ഒരു 4 വന്നു, 2 × 2 ഇവിടെ ഒരു 4 വന്നു. അപ്പോൾ 4 + 4 എത്രയാണ്? 8. അപ്പോൾ ഞാൻ എന്ത് എഴുതി? ഇവിടെ 8 kN എന്ന് എഴുതി വെച്ചു. അപ്പോൾ വേറെ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ 8 ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എത്രയാണ്? ഷിയർ ഫോഴ്സ് അറ്റ് ബി. ഷിയർ ഫോഴ്സ് അറ്റ് ബി എടുക്കുമ്പോൾ എത്രയ്ക്കാണ് വരിക? 2 × 2 ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരു 2 × 2. അപ്പോൾ ടോട്ടൽ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് കണ്ട തൊട്ട് മുന്നത്തെ ഫോഴ്സ് നമ്മൾ എൻ്റെ കൂടെ ആഡ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ജി എടുക്കുകയാണെങ്കിൽ 0, ഷിയർ ഫോഴ്സ് അറ്റ് എഫ് എടുക്കുകയാണെങ്കിൽ 4, ഇനി അടുത്ത ഇയും ഓക്കെ 4 തന്നെ. അടുത്തെടുക്കുകയാണെങ്കിൽ തൊട്ട് മുന്നത്തേൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയ ഫോഴ്സ് ആഡ് ചെയ്യുക. പിന്നെ വീണ്ടും തൊട്ട് മുന്നത്തെ ഫോഴ്സിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടുന്ന ഫോഴ്സ് ആഡ് ചെയ്യുക. അത്രേ ഇതിന് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ഷിയർ ഫോഴ്സ് അറ്റ് ബി എടുക്കുമ്പോൾ 4 + 4 + 3 × 2 എത്രയാണ്? 6. അപ്പോൾ 4 × 4 = 8, 14. ഓക്കെ, 14 kN. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഫോഴ്സുകളൊന്നുമില്ല. അപ്പോൾ നേരത്തെ ഉള്ള ഫോഴ്സ് എത്രയാണ്? 14 തന്നെ. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുക? പോയിന്റുകൾ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് കണക്ട് ചെയ്യുമ്പോൾ UDL ആയിട്ടുള്ളത് കണക്ട് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? അത് ഒരു ഇൻക്ലൈൻഡ് ലൈനായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഞാനതിനെ എന്ത് എഴുതി? ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുക. നിങ്ങളിങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് അവിടെ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ഡയഗ്രാം, അത് നിങ്ങൾ SF ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ വീണ്ടും എന്ത് വരിക? ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരിക. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിലാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്താ UDL വരികയാണെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഒരു ഹാഫ് ഡിസ്റ്റൻസ് എക്സ്ട്രാ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയാം. ഇതാണ് നമ്മളുടെ ആദ്യത്തെ, ഇതാണ് നമ്മളുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇത് നമ്മളുടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോകണം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം അറ്റ് പോയിൻറ്റ് G, BM അറ്റ് G ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ വേറെയുള്ളൊരു കാര്യം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എപ്പോഴും ഉള്ള ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെൻറ്റുകൾ എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഒരു ഫ്രീ എൻഡ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 0 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ, അതായത് ഒരു ബീമിൻ്റെ എൻ പോർഷനിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എല്ലായ്പ്പോഴും 0 ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഫ്രീ എൻഡിൽ ഇപ്പോൾ അത് 0 ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഞാനത് അതിൻ്റെ ഒരു ബേസിക് പറഞ്ഞാണ്. നമ്മൾ ജസ്റ്റ് ഇനി കണക്ക് ചെയ്യുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ BM അറ്റ് G എത്രയാണ്? ഇവിടെ വേറെ ഫോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓൾറെഡി F 0. പിന്നെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസും ഇല്ല, അപ്പോൾ അതും 0. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ 0 എന്ന് എഴുതി. ഇനി അടുത്തത് എത്രയാണ്? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് F. അപ്പോൾ ഈ ഭാഗത്തുള്ളതാണ് നമ്മൾ ഈ F. അപ്പോൾ ഇവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മളുടെ ലോഡ് 2 kN/m. അത് എത്ര? 2 മീറ്ററിൽ. ഓക്കെ, അപ്പോൾ 2 മീറ്റർ റീജിയനിൽ 2 kN ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ ആദ്യം പോയിൻറ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. എങ്ങനെ? 2 × 2. അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞിട്ട് പോയിൻറ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഇവിടെ എത്തി, ഈ സെൻറ്റർ പോർഷനിലെത്തി. ഈ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഹാഫ് ഡിസ്റ്റൻസ്. ഇപ്പോൾ 2 മീറ്ററിൻ്റെ ഹാഫ് 1 ആണ്. അപ്പോൾ ഇതിപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പറയാം 1 ആണ്. ഇനിയിപ്പോൾ ഇത് 3 ആയിരുന്നെങ്കിൽ എത്രയാണ്? 1.5. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓരോ ആഡിങ് വരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ UDL ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ തന്ന UDLനെ നമ്മൾ എന്ത് ചെയ്തു? പോയിൻറ്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്തു. അപ്പോൾ 2 × 2. അപ്പോൾ അത് എവിടെ വന്നു? അത് സെൻറ്ററിലാണ് വരിക. ആ തന്ന ഡിസ്റ്റൻസ് 2 പോയിൻറ്റുകൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വന്നു. ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ദൂരം ഏത് പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്? ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് F. അപ്പോൾ എത്രയാണ്? 1. എത്ര ഡിസ്റ്റൻസ് എത്രയാണ്? ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 1. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിയേ, അപ്പോൾ നമ്മൾ താഴത്തേക്കുള്ള ഫോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് സൈൻ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിവിടെ എഴുതാൻ പോവാണ് -2 × 2 × 1. ഓക്കെ, ഈ ഹാഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് ഞാനിതിനെ -2 × 2 എന്ന് പറഞ്ഞിട്ട് പോയിൻറ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. ×1 എന്ന് പറയുന്നത് ഈ ഹാഫ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് E എത്രയാണ്? ഞാൻ പറയാം, നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇവിടെ വേറെ ഫോഴ്സുകളൊന്നുമില്ല. ഓക്കെ, ഇവിടെ വേറെ ഫോഴ്സുകളൊന്നുമില്ല. നമ്മളുടെ കയ്യിലുള്ളത് ഈ ഒരു ലോഡാണ്. ഞാൻ അതിനെ ആദ്യം എന്ത് ചെയ്തു? ഞാൻ അതിനെ ആദ്യം പോയിൻറ്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഓരോ കണക്ക് ചെയ്യുമ്പോഴും നമ്മൾ ആ രീതിയിൽ ചെയ്യേണ്ട. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആദ്യം ഇതിനെ പോയിൻറ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എന്താ 2 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 kN എവിടെ വന്നു? ഈ സെൻറ്ററിൽ വന്നു. ഓക്കെ, ഈ സെൻറ്ററിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഈ ലോഡിന് ഇത്രയും ദൂരത്തേക്കുള്ള ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? 2 × 2
ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? ഇതിപ്പോൾ ഓൾറെഡി സെൻറ്ററിലാണ് നിൽക്കുന്നത്. സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ദൂരം എത്രയാണ്? ഈ 2 മീറ്ററിൽ നിന്ന് ഈ പോയിൻറ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എഫിലേക്കുള്ള ദൂരം 1 മീറ്റർ. ഇനി എഫിൽ നിന്ന് ഇയിലേക്കുള്ള ദൂരം എത്രയാണ്? 1 മീറ്റർ. അപ്പോൾ 1 + 1 എത്രയാണ്? 2 മീറ്റർ. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ടാവുക. അതിവിടെ നോക്കിക്കോ. -2 × 2 ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് 1 + 1. ഓക്കെ, അതാണ് ഞാനിവിടെ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ കണക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ കണക്ക് വെറുതെ കേട്ട് പോരുത്. അപ്പോൾ നിങ്ങൾ കണക്ക് ചെയ്ത് നോക്കുമ്പോൾ എത്രയാണ്? 1 × 1 + 1 എത്രയാണ്? -2 × 2 × 2. ഓക്കെ, അപ്പോൾ എത്രയാണ്? -8 kN/m. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇ എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തു. ഇനി നമ്മൾ ഡി എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ ഞാനത് ആ റെസ്പെക്റ്റീവ് പോയിൻറ്റ്സ് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരണം കേട്ടോ, ഓരോന്ന് കിട്ടുന്നതിനനുസരിച്ച്. അപ്പോൾ ഇനി അടുത്തത് എത്രയാണ്? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി, ഈ പോയിൻ്റ്, ഈ മീൻസ് ഡി എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഏതൊക്കെ 2 ഫോഴ്സുകളുണ്ട്. ഈ ഒരു ഫോഴ്സ് ഉണ്ട്, ഈ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനെന്ത് ചെയ്തു? ഞാനതിനെ വീണ്ടും ഓരോന്നിനും പോയിൻ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്ത് ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് ഞാനവിടെ എഴുതണം. അപ്പോൾ ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? ആദ്യം ഞാൻ ഇതിനെ പോയിൻ്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്തു, 2 × 2. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇതിപ്പോൾ 2 × 2 എന്ന് പറയുന്നത് ഞാൻ പോയിൻ്റ് ലോഡാക്കി ഈ സെൻറ്ററിൽ വന്നു. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എത്രയാണ്? 1 മീറ്റർ. അപ്പോൾ 1 + 1 + 2 അല്ലേ? ഈ ഡിസ്റ്റൻസ് 2 അല്ലേ? അപ്പോൾ എത്രയാണ്? 2 + 3 + 4. അപ്പോൾ 2 × 2, അപ്പോൾ ഒരു പോയിൻ്റ് ലോഡായി, ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4. ഓക്കെ, ഇനി അടുത്ത എത്രയാണ്? ഇവർ വേറെ ലോഡുകളൊന്നുമില്ല. അടുത്തത് എത്രയാണ്? ഇവിടെ എത്രയാണ്? 2 × 2, വീണ്ടും 2 × 2 തന്നെ. അപ്പോൾ അത് എത്രയാണ്? പോയിൻ്റ് ലോഡായി. 2 × 2 എന്ന് പറയുന്നത് പോയിൻ്റ് ലോഡായി. ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. BM@D അല്ലേ? BM@D -2 × 2 × 4 ആ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാനിവിടെ എന്താ മൈനസ് സൈൻ ഇട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ -2 × 2 × 4 പ്ലസ് -2 × 2 × 1 എന്നാണ് എഴുതുക. അപ്പോൾ നമ്മളത് ഓരോ കണക്കുകൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ ജസ്റ്റ് കുറയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അതങ്ങനെ എഴുതിയതാണ്. പിന്നെ കണക്കുകൾ ചെയ്തപ്പോൾ പിന്നെ അങ്ങനെ തന്നെ എഴുതിപ്പോയി. അപ്പോൾ നിങ്ങൾ ആ മൈനസ് ഇവിടെ എന്തുകൊണ്ട് മൈനസ് എഴുതി എന്നുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഇതും മൈനസ് ആയിരിക്കും, ഇതും മൈനസ്. അപ്പോൾ എല്ലാ മൈനസും കൂടിയിട്ട് ടോട്ടൽ ആഡ് ചെയ്യുക, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ -2 × 2 × 4 പ്ലസ് -2 × 2 × 1. അപ്പോൾ ഞാൻ ആ പ്ലസ് മൈനസും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി. അതാണ് ഈ മൈനസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടോ പ്ലസ് മാറ്റി മൈനസ് ആക്കി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് എഴുതി. അപ്പോൾ എനിക്ക് -20 kN/m എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ BM@D പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം BM@D കഴിഞ്ഞ് കഴിഞ്ഞാൽ BM@C എന്തായിരിക്കും? 2 × 2 ഞാൻ എന്ത് ചെയ്തു? 4 kN ആക്കി, പോയിൻ്റ് ലോഡാക്കി. ഇനി ഇതിൽ നിന്ന് ഇപ്പോൾ ഇത് സെൻറ്ററിൽ വന്നു. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സിയിലേക്കുള്ള ദൂരം എത്രയാണ്? ഇതൊരു 1 മീറ്റർ. 1 + 1 2 മീറ്റർ. 2 + 2 4 മീറ്റർ. 4 + 1 5 മീറ്റർ. ഓക്കെ, അപ്പോൾ 2 × 2 × 5, അതായത് -2 × 2 × 5 പ്ലസ് -. അപ്പോൾ ഞാനവിടെ വീണ്ടും പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് ഞാൻ മൈനസ് ആക്കി. അപ്പോൾ എന്തായി? ഇതെത്ര? സി എടുക്കുമ്പോൾ 2 × 2 പോയിൻ്റ് ലോഡായി. ഓക്കെ, അപ്പോൾ ഇത് സെൻറ്ററിൽ വന്നു. ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 1 + 1 2. അപ്പോൾ എത്രയാണ്? ഈ ഇതിവിടെ എത്രയാണ് വന്നത്? BM@C എത്രയാണ് നോക്കിയാൽ? -2 × 2 × 2 × 5 -2 × 2 × 2, അതായത് ആ ഡിസ്റ്റൻസ് 2 × 2 എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, അതെഴുതി. സി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് BM@B എത്രയാണ്? നമ്മൾ വീണ്ടും ഇതേപോലെ നോക്കുക. ഇതെത്രയാണ്? ഈ പോയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 × 2 4 പോയിൻ്റ് ലോഡായി. ഈ പോയിൻ്റ് ലോഡിൽ നിന്ന് ഇവിടേക്ക് BM@Bയിലേക്കുള്ള ദൂരം എത്രയാണ്? 1 2 4 4 1 5 5 2 6. ഓക്കെ, പ്ലസ് -2 × 2. ഓക്കെ, ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 1 + 1, അപ്പോൾ 2i, 2 + 2 3, 2 + 2 4. ഓക്കെ, അപ്പോൾ 1 + 1 2i, 2 + 2 4i, ഈ ഡിസ്റ്റൻസ് വന്നു. ഇനി അടുത്ത എത്രയാണ്? ഈ 3 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2. അപ്പോൾ ഈ പോയിൻ്റ് ലോഡാക്കുമ്പോൾ 3 × 2, അപ്പോൾ 6i ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1. അപ്പോൾ അതൊക്കെ മൈനസ് സൈനാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ BM@B അല്ലേ? -2 × 2 × 7 -2 × 2 × 4 -3 × 2 × 1. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി എത്ര? BM@ബെൻഡിങ് മൊമെൻ്റ് A. ബെൻഡിങ് മൊമെൻ്റ് ഈ പോയിന്റിലുള്ളത് എത്രയായിരിക്കും? ഈ നമ്മുടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്തെ ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം കണ്ടീഷൻ തന്നെ. ഇതെത്രയാണ്? ബെൻഡിങ് മൊമെൻ്റ് A എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ എത്രയാണ്? ആദ്യം ഈ UD അല്ല. അപ്പോൾ 2 × 2 ഞാൻ ചെയ്ത് അതിനെ പോയിൻ്റ് ലോഡാക്കി സെൻറ്ററിൽ വന്നു. അപ്പോൾ ഇതെത്രയാണ്? 1 +
ഒന്ന് 2 പ്ലസ് അതായത് 2 + 2 എത്ര 4 4 + 1 5 5 + 2 7 7 + 1 8. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8. അടുത്ത എത്രയാണ് 2 × 2. അപ്പോൾ പോയിൻ്റ് ലോഡായി ഇൻറ്റു പിന്നെ ഈ ഡിസ്റ്റൻസ്. അപ്പോൾ 1 + 1 2 2 + 2 4 4 + 1 5. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് വന്നു. അപ്പോൾ 4 × 5 ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസ്റ്റൻസ് നിന്ന് ഒന്നൊന്ന് കൂട്ടുക, അത്രേ ഉള്ളൂ. ഇനി ഒന്ന് കൂട്ടാൻ മീൻസ് എത്രയാണോ ഡിസ്റ്റൻസ് വന്നത് അത് കൂട്ടുക. ഇനി അടുത്തത് 3 × 2, അതായത് ഈ ഡിസ്റ്റൻസ് 2. അപ്പോൾ ഈ ഡിസ്റ്റൻസ് വന്നു 3 × 2 ടോട്ടൽ ഡിസ്റ്റൻസ് ആയപ്പോൾ അതിന് പോയിൻറ്റിലൂടെ അത് സെൻറ്ററിൽ വന്നു. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാണ്? ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ. അപ്പോൾ 1 + 1 2. അപ്പോൾ -3 × 2. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. BM at A -2 × 2 8 -2 × 2 × 5 -3 × 2 × 2. ഓക്കെ. അപ്പോൾ ടോട്ടൽ -64 kN/m. അപ്പോൾ അതും കിട്ടി. അത് ഞാനും ചെയ്തു. ആ പോയിൻറ്റുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എവിടേക്കാണോ UDL ഉള്ളത് അവിടെയൊക്കെ ഞാൻ എന്ത് ചെയ്തു, അതിനൊരു കർവായിട്ട് ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് കർവായിട്ട് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ UDL ഇല്ലാത്ത ഭാഗത്ത് ഇൻക്ലൈൻഡ് വരയ്ക്കുക. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ കർവ് വരയ്ക്കുക. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ വരയ്ക്കുക. ഇനിയിപ്പോൾ ഇതിൽ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ലോഡാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഇവിടെ ഒരു പോയിൻ്റ് ലോഡ് ഉണ്ടെങ്കിൽ എങ്ങനെ എടുക്കണം, അങ്ങനത്തെ കണക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, വേറൊരു പ്രോബ്ലത്തിൽ നോക്കാം. ഇന്നിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 പ്രോബ്ലങ്ങൾ എടുത്ത് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കിട്ടാത്ത ഉണ്ടാകുന്ന അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും.